उत्तरं यत् समुद्रस्य हिमाद्रेश्चैव दक्षिणं वर्षं तद् भारतं नाम भारती यत्र सन्ततिः। ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തും കടലിന്റെ വടക്കു ഭാഗത്തും സ്ഥിതി ചെയ്യുന്ന എല്ലാ ഭൂപ്രദേശങ്ങളെയും ഭാരതം എന്ന് വിളിക്കപ്പെടുന്നു. ഈ ഭൂപ്രദേശത്ത് വസിക്കുന്ന എല്ലാ ആളുകളും ഭാരതീയരാണ്. വിഷ്ണുപുരാണത്തിന്റെ ഈ പ്രഘോഷണം ഭാരതത്തിന്റെയും ഭാരതീയതയുടെയും ഏറ്റവും കൃത്യമായ നിർവചനമാണ്. ആധുനിക ഗ്രന്ഥങ്ങളിൽ പോലും കണ്ടെത്താൻ പ്രയാസമായ ഒരു നിർവചനം. ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മൾ ഭാരതം എന്ന ഭൂമികയെ ഒരു രാഷ്ട്രമായി കണക്കാക്കുന്നു എന്നതിൻ്റെ തെളിവാണിത്. നമ്മൾ അതിനെ ഒറ്റ സത്തയായി കാണുന്നു. ഈ പ്രദേശത്തുടനീളം താമസിക്കുന്ന എല്ലാ ആളുകളെയും, അവർ ഏത് മതവിഭാഗവും ആകട്ടെ, സമുദായവുമാകട്ടെ, ഭാഷ സംസാരിക്കുന്നവരുമാകട്ടെ, അവരെ നാം ഭാരതീയരായി കണക്കാക്കുന്നു. ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു രാഷ്ട്രം എന്ന സങ്കല്പം തഴച്ചു വളർന്നതെന്ന് പാശ്ചാത്യ ചരിത്രകാരന്മാർ സൃഷ്ടിച്ച മിഥ്യാധാരണയെ മേൽപ്പറഞ്ഞ വസ്തുത ഖണ്ഡിക്കുന്നു. ഇന്ത്യയുടെ ഈ സാംസ്കാരിക ഐക്യത്തിന്റെ ആത്മാവാണ് മഹാദേവ ശിവസങ്കല്പം. भस्म अंग करते धारण नमो 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 नमो. സിന്ധു നദീതടത്തിൽ കണ്ടെത്തിയ നാഗരികതയുടെ ഏറ്റവും പഴയ അവശിഷ്ടങ്ങളിൽ പോലും അദ്ദേഹം തന്റെ പശുപതി രൂപത്തിൽ സന്നിഹിതനായിരിക്കുന്നതിനാൽ നമ്മുടെ ബോധത്തിൽ ആഴത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒന്നാണത്. ഇന്ത്യയുടെ വിശ്വാസത്തിന്റെയും ശക്തിയുടെയും ശാശ്വത സത്യത്തിൻ്റെയും ഉറവിടം മഹാദേവനാണ്. വടക്കു നിന്ന് തെക്കോട്ട് വരെ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന 12 ജ്യോതിർലിംഗങ്ങൾ മഹാശിവ സങ്കല്പമെന്ന ശാശ്വത ഘടകത്തിൻ്റെ ഉണർന്നിരിക്കുന്ന രൂപങ്ങളാണ് എന്ന് കാണുവാൻ കഴിയും. इन 12 ज्योतिर्लिंगों के माध्यम से हम अपनी जो हमारी उत्तम भावनाएं हैं उनका विकास करते हैं, हम अपने चित्त का नैर्मल्य स्थापित करते हैं और सब में समभाव की कल्पना करते हैं, क्योंकि उस समय हमें ये अनुभूत होता है कि जो शिव तत्व मुझ में है वही शिव तत्व सब में है। और अगर हम इस भाव का अनुभव कर करके चलते हैं तो निश्चित रूप से हमें सफलता प्राप्त होती है और हमारा जीवन उत्तम बन सकता है. പടിഞ്ഞാറ് ഗുജറാത്തിലെ അറബിക്കടൽ തീരത്തുള്ള ശ്രീ സോമനാഥ്, ആന്ധ്രാപ്രദേശിലെ ശ്രീശൈലത്തിന് സമീപം മല്ലികാർജുൻ, മധ്യപ്രദേശിലെ പുരാതന നഗരമായ ഉജ്ജയിനിയിൽ ക്ഷിപ്രയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മഹാകാൾ, മധ്യപ്രദേശിലെ നർമ്മദയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഓംകാരേശ്വർ, ജാർഖണ്ഡിലെ വൈദ്യനാഥ് ധാം, പൂനെക്കടുത്തുള്ള ഭീമശങ്കർ, ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിലെ ഇന്ത്യൻ മഹാസമുദ്ര തീരത്തുള്ള രാമേശ്വരം, മഹാരാഷ്ട്രയിലെ
ഔറംഗാബാദിന് സമീപം കൃഷ്ണേശ്വർ ജ്യോതിർലിംഗ്. ഗുജറാത്തിലെ ദ്വാരകയ്ക്ക് സമീപം നാഗേശ്വർ, വാരാണസിയിലെ കാശി വിശ്വനാഥ്, നാസിക്കിലെ ഗോദാവരി തീരത്ത് ത്രയംബകേശ്വരം, ഹിമാലയത്തിന്റെ ഉയർന്ന കൊടുമുടികളിൽ സ്ഥിതി ചെയ്യുന്ന കേദാർനാഥ് എന്നിവയാണ് ഈ ജ്യോതിർലിംഗങ്ങൾ. सौराष्ट्रे सोमनाथं च श्रीशैले मल्लिकार्जुनम् उज्जयिन्यां महाकालम् ओंकारममलेश्वरम् परल्यां वैद्यनाथं च डाकिन्यां भीमशङ्करम् सेतुबन्धेतु रामेशं नागेशं दारुकावने वाराणस्यां तु विश्वेशं त्र्यम्बकं गौतमीतटे हिमालये तु केदारं धुष्मेशं च शिवालये। प्रायः प्राकृतिक स्थानों पर नदियों के, जैसे सोमनाथ मंदिर है सौराष्ट्र में तो समुद्र के तट है, समुद्र के तट पर है। आंध्र प्रदेश में है तो वो कृष्णा के तट पर है। नर्मदेश्वर हैं तो नर्मदा के तट पर हैं। केदारेश्वर हैं, केदार मतलब हिमालय श्रृंखला और जो मंदाकिनी है उसके तट पर हैं। ഈ 12 ജ്യോതിർലിംഗങ്ങളിൽ ഇന്ത്യയുടെ സാംസ്കാരിക ഐക്യം വ്യക്തമായി വെളിപ്പെടുന്നു. ഒരു വശത്ത് ഏറ്റവും തെക്ക് രാമേശ്വരം, വടക്ക് ഹിമാലയത്തിലെ കേദാർനാഥ്, പടിഞ്ഞാറ് അറബിക്കടലിന്റെ തീരത്ത് സോമനാഥ്, കിഴക്ക് സ്ഥിതി ചെയ്യുന്ന വൈദ്യനാഥ് ധാം, മധ്യ ഇന്ത്യയിലെ വിഭിന്ന സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന മറ്റ് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ. ഈ ജ്യോതിർലിംഗങ്ങളുടെ സ്ഥാനത്തിന് പോലും അത്ഭുതകരമായ ഒരു ശാസ്ത്രമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന രാമേശ്വരവും ഹിമാലയൻ കൊടുമുടികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേദാർനാഥും രണ്ടും സ്ഥിതി ചെയ്യുന്നത് 79 ഡിഗ്രി കിഴക്കൻ രേഖാംശ രേഖയിലാണ്. നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ ഈ 12 ജ്യോതിർലിംഗങ്ങൾ സന്ദർശിക്കുന്ന ഒരു പാരമ്പര്യവുമുണ്ട്. ഇന്നും കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെയും വടക്ക് മുതൽ തെക്ക് വരെയും എണ്ണമറ്റ ആളുകൾ ജ്യോതിർലിംഗ ദർശനത്തിലൂടെ ഇന്ത്യ സന്ദർശിക്കുന്നു. സാംസ്കാരിക വിനിമയത്തിന് ഇതിലും മികച്ച മാർഗം എവിടെ കാണാൻ കഴിയും? തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമുള്ള ഭക്തർ വാരാണസിയിൽ ധാരാളമായി ഒത്തുചേരുന്നു. മധ്യപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള തീർത്ഥാടകർ ഗുജറാത്തിലെ വെരാവൽ, ദ്വാരക എന്നിവിടങ്ങളിൽ സന്ദർശിക്കുന്നു, പരസ്പരം കാണുന്നു. ഈ അത്ഭുതകരമായ ഒത്തുചേരൽ, സാംസ്കാരിക വിനിമയം ഈ 12 ज्योतिर्लिंगങ്ങൾ കാരണം മാത്രമാണ്. 12 ज्योतिर्लिंगों का सांस्कृतिक दृष्टि से बड़ा महत्व है, क्योंकि वह संपूर्ण भारतवर्ष को एक सूत्र में पिरोने का काम करता है. ഇന്ത്യയുടെ ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും തകർക്കാൻ എണ്ണമറ്റ ശ്രമങ്ങൾ നടന്നു. ആവർത്തിച്ചുള്ള അധിനിവേശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ സംസ്കാരം അതിൻ്റെ എല്ലാ മഹത്വത്തിലും ദൈവികതയോടെയും നിലനിന്നു. ഗുജറാത്തിലെ അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സോമനാഥ് ജ്യോതിർലിംഗ് ഇന്ത്യയുടെ ഈ ജീവശക്തിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. 11ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അഫ്ഗാൻ ആക്രമണകാരി മെഹ്മൂദ് ഗസ്നി നിരവധി ആക്രമണങ്ങളിലൂടെ
ഈ വിശുദ്ധ ക്ഷേത്രം കൊള്ളയടിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ജ്യോതിർലിംഗത്തിൻ്റെ പ്രഭാവലയം നശിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇന്നും സോമനാഥിലെ ഈ ജ്യോതിർലിംഗം ഇന്ത്യയുടെ ശാശ്വത സംസ്കാരത്തിൻ്റെ പതാക പൂർവാധികം ദൈവികതയോടെ ഉയർത്തുന്നു. सोमनाथ मंदिर जिसको बड़े संघर्षों से हम बचा पाए हैं और कई बार उस पर आक्रमण भी हुए, उसकी समृद्धि को देख करके उसमें जो स्वर्ण थे या जो भी समृद्धि थी उसको लूटने के चक्कर में 17 बार आक्रमण हुए और उसके बाद भी वो सुरक्षित रहा. सरदार वल्लभ भाई पटेल ने उसकी मरम्मत भी कराई और उसको राष्ट्र को समर्पित किया गया. ഈ 12 തീർത്ഥാടക സ്ഥാനങ്ങളും ദിവ്യത്വത്തിൻ്റെയും സാത്വികതയുടെയും വിശ്വാസത്തിൻ്റെയും പ്രഭാവത്താൽ തിളങ്ങുന്നു. അതിനാൽ അവയെ ജ്യോതിർലിംഗ എന്ന് വിളിക്കുന്നു. കാശി സാക്ഷാൽ മഹാശിവന്റെ സ്ഥലമാണ്. അവിടെ സ്ഥിതി ചെയ്യുന്ന വിശ്വനാഥ ക്ഷേത്രത്തെ മഹാപ്രളയം ബാധിക്കില്ലെന്ന് പറയപ്പെടുന്നു. അതുപോലെ ഉജ്ജയിനിയിലും ഓങ്കാരേശ്വരിലുമായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളുടെ മഹത്വം ഒന്ന് വേറെ തന്നെയാണ്. काशी का सर्वोत्तम महत्व है कि काशी विश्वनाथ की नगरी है, त्रिशूल में उसको धारण करते हैं. प्रलय के समय में भी उसमें किसी प्रकार का विकार नहीं आता, वो नगरी सुरक्षित रहती है. इस रूप में भगवान शिव की उपासना की गई है. तो काशी विश्वनाथ का भी अपना एक बड़ा महत्व है जो मध्य स्थान है भारतवर्ष का. ശ്രീശൈലത്തിൽ സ്ഥിതി ചെയ്യുന്ന മല്ലികാർജുന ജ്യോതിർലിംഗം മാത്രമല്ല, ശക്തിപീഠവും ആണ്. ഇത് ശിവന്റെയും ശക്തിയുടെയും അത്ഭുതകരമായ സംഗമമാണ്. നമാമി ശമീശാന നിർവാണ രൂപം വിഭും വ്യാപകം ബ്രഹ്മവേദ സ്വരൂപം. വിശുദ്ധ ഗോദാവരി തീരത്ത് നാസിക്കിൽ ത്രയംബകേശ്വർ ഉണ്ട്. അതിൻ്റെ മഹത്വവും അതുല്യമാണ്. शिव और शक्ति का पार्थक्य कहीं नहीं है. शिव शक्ति के बिना नहीं है. न शिव शक्ति रहित अस्ति. शक्ति के बिना शिव की कल्पना ही नहीं की जा सकती. ഹിമാലയൻ കൊടുമുടികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേദാർനാഥ് ധാമിൻ്റെ മഹത്വം ഹിമാലയത്തോളം തന്നെ ഉയർന്നതാണ്. ഇവിടെ വരുമ്പോൾ ശിവന്റെ സന്നിധിയിൽ വന്നതായി തോന്നുന്നു. അത്രയും പരിശുദ്ധി, വിശ്വാസത്തിൻ്റെയും ബോധത്തിൻ്റെയും ആഴവും തെളിമയും നമുക്ക് അനുഭവപ്പെടും. जहाँ से सृष्टि का आविर्भाव है और जिसमें उस पूरी सृष्टि का विलय है, इस रूप में जो अपने स्वरूप का प्रथन करता है, उस परम शिव तत्व से हमारा तादात्म्य हो जाए, यह विज्ञान की सबसे बड़ी उपलब्धि है. और भारत की आत्म तत्व की जो खोज है, यह विश्व के विज्ञान के लिए सबसे बड़ी उपलब्धि है. इस रूप में हम इस भगवान शिव की उपासना को देख सकते हैं. ഭാരതീയ സനാതന പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരിക ആദി ശങ്കരാചാര്യരുടെ നാമമാണ്. ആയിരക്കണക്കിന് കൊടുങ്കാറ്റുകൾക്ക് ശേഷവും ശക്തമായി നിലകൊള്ളുവാൻ വിധം സനാതന സംസ്കാരത്തിന് കരുത്തു പകരാൻ, ഭാരതീയ ബോധത്തിനും സംസ്കാരത്തിൻ്റെ വിശ്വാസത്തിനും ഈ അദ്ഭുത വ്യക്തിത്വം തൻ്റെ കേവലം 32 വർഷം നീണ്ട ജീവിതകാലം കൊണ്ട് വേണ്ട ദിശാബോധം പകർന്നു നൽകി. उनके नाम से एक जो बहुत महत्वपूर्ण विषय है वह है पंच देवतोपासना की स्थापना. सामान्य रूप से उस समय भारत में शैव, शाक्त, वैष्णव, गाणपत्य, शौर्य इत्यादि परस्पर वैमनस्य की दृष्टि से एक दूसरे को देखते थे. लेकिन आचार्य शंकर ने उन सबको यह बताने में सफल रहे कि यद्यपि अपनी भावना की दृष्टि से वह किसी भी देवता की उपासना करें, लेकिन तात्विक दृष्टि से सभी में एक ही तत्व विद्यमान है और इसमें वो सफल हुए. लोग अपनी श्रद्धा से उपासना करते हुए दूसरे देवता या दूसरे देवता के अनुयायी से स्नेहपूर्वक व्यवहार करने लगे. यह भारत में बहुत बड़ी उपलब्धि है और आज भी उस परंपरा का पालन हम कर रहे हैं. और भारत में जो सौमनस्य की भावना है उसमें उसका बहुत बड़ा योगदान है. कुंभ को उन्होंने एक व्यवस्थित रूप दिया और वह व्यवस्था आज तक हमारे
हमारे देश में बनी हुई है कि करोड़ों लोग अपनी आस्था, अपनी संस्कृति उसको ध्यान में रखते हुए 4 जगहों पे एकत्रित होते हैं और वहाँ फिर पहले जो संकल्पना थी उसको कितना कार्यान्वित किया गया उसके बारे में विमर्श करते हैं, भावी जो योजना है उसके बारे में विमर्श करते हैं। और भारत में जितने संप्रदाय के ज्ञानी, जो संत महात्मा, वो आपस में विमर्श करते हुए देश की जितनी समस्याएं हैं या देश का कैसे विकास हो इसके बारे में विमर्श करते हैं। उसको बनाने वाले, उसको व्यवस्थित करने वाले आदि शंकराचार्य हैं, जो भारत की इस सांस्कृतिक एकता और इस सांस्कृतिक महत्व को उन्होंने स्थापित किया, जो आज तक अबाध रूप से हमारे देश में चला आ रहा है। ദക്ഷിണ ഭാരതത്തിൽ കേരളത്തിലെ കാലടിയിൽ ജന്മമെടുത്ത ശ്രീ ശങ്കര കുട്ടിക്കാലത്ത് തന്നെ സന്യാസത്തിന്റെ വഴി തിരഞ്ഞെടുത്തു. जो बाल वृंद हैं, जो हमारे स्कूल के छात्र छात्राएं हैं, उनके लिए एक आदर्श है कि कैसे 8 वर्ष का बच्चा देश को देख रहा है, वह देख रहा है कि देश की अखंडता कैसे रहे, कैसे यहाँ सांस्कृतिक और आध्यात्मिक एकता आए। जो युवा वृंद है उसके लिए एक मापदंड के रूप में है कि किस प्रकार एक युवा वर्ग को संपूर्ण जीवन लोक कल्याण के लिए समर्पित करना चाहिए। कोई यदि वैराग्य वृत्ति का व्यक्ति है तो उसके लिए एक वह उदाहरण है कि वो किस प्रकार वैराग्य की दृष्टि से रहते हुए भी लोक कल्याण मात्र को अपने जीवन का लक्ष्य बनाना, इस तरह से देश के लिए कैसे काम किया जाए, इसके लिए वह प्रेरणा स्रोत हैं। ദക്ഷിണ ഭാരതത്തിൽ കേരളത്തിലെ കാലടിയിൽ ജന്മമെടുത്ത ശ്രീ ശങ്കരൻ കുട്ടിക്കാലത്ത് തന്നെ സന്യാസത്തിന്റെ വഴി തിരഞ്ഞെടുത്തു. സത്യാന്വേഷണത്തിനായി തെക്ക് നിന്ന് വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും അദ്ദേഹം തുടർച്ചയായി യാത്ര ചെയ്തു. यात्रा के क्रम में वो पूर्व से पश्चिम, उत्तर से दक्षिण तो गए ही, लेकिन इसके साथ नेपाल में पशुपतिनाथ, आज का जो पाकिस्तान है वहाँ सिंधु प्रदेश, बलूचिस्तान, पेशावर, तक्षशिला और फिर अफ़गानिस्तान की ओर से जाते हुए उन्होंने सर्वज्ञ पीठ कश्मीर में शास्त्रार्थ किया था और फिर संपूर्ण भूभाग को उस समय एकीकृत मानते हुए उन्होंने सांस्कृतिक एकता स्थापित की. ജനങ്ങളിൽ അവബോധമുണർത്തി രാജ്യവും സമൂഹവും പുതിയ ബോധ്യങ്ങളിലെത്താനായി പരിശ്രമിച്ചു. അദ്ദേഹം അദ്വൈത ദർശനം സ്ഥാപിച്ചു. 4 ദിശകളിലും 4 ആശ്രമങ്ങൾ സ്ഥാപിച്ചു. വടക്ക് ബദരികാശ്രമം, കിഴക്ക് കടൽ തീരത്ത് പുരി, പടിഞ്ഞാറ് ദ്വാരക, തെക്ക് ശൃംഗേരി എന്നിവ മതസംസ്ഥാപനത്തിനും സംരക്ഷണത്തിനുമുള്ള ഒരിക്കലും ഇളകാത്ത സ്തംഭങ്ങളായി മാറി. आचार्य शंकर का जो एक विशेष योगदान है वह है 4 मठों की स्थापना, और 4 मठों की स्थापना के द्वारा उन्होंने संपूर्ण भारतीय समाज को एकीकृत किया है. उन 4 मठों के नाम इस प्रकार हैं कि सर्वप्रथम जो उड़ीसा में पुरी में, जगन्नाथपुरी में जो एक धाम भी है, वहाँ पर उन्होंने गोवर्धन मठ की स्थापना की. गोवर्धन मठ ऋग्वेद के लिए जाना जाता है और उनके प्रथम शिष्य पद्मपाद आचार्य उसके प्रथम शंकराचार्य नियुक्त हुए. वहाँ का जो वेद वाक्य है वह प्रज्ञानम ब्रह्म है. दूसरा जो उनका प्रमुख मठ है वह श्रृंगेरी मठ है. श्रृंगेरी मठ कर्नाटक में स्थित है और वह यजुर्वेद का मठ माना जाता है. यजुर्वेद का जो मुख्य वाक्य है वह अहम ब्रह्मास्मि है और वहाँ के जो प्रथम आचार्य हुए वो सुरेश्वराचार्य हुए. इसके बाद जो तीसरा मठ है वो गुजरात में है, जो द्वारका पीठ या शारदा मठ के रूप में जाना जाता है. वह सामवेद का मठ है और वहाँ का जो प्रमुख वाक्य है वह तत्त्वमसि है. तो वहाँ के प्रथम आचार्य जो थे वो हस्तामलक थे. और जो चौथा मठ है वो ज्योतिष पीठ है, वह बद्रीनाथ के पास है उत्तराखंड में, और वह अथर्ववेद का मठ माना जाता है. वहाँ के जो प्रथम आचार्य थे वह तोटकाचार्य थे और वहाँ का जो वाक्य है
वह अयम आत्मा ब्रह्म है। तो 4 वेदों के द्वारा, 4 प्रकार के वाक्यों के द्वारा, महावाक्यों के द्वारा उन्होंने ये बताया कि जीव ही ब्रह्म है और जीव में, प्रत्येक जीव में जो आत्मा है वह एक ही है और आध्यात्मिक दृष्टि से हम सभी एक हैं। ആദിശങ്കരൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങൾ കേദാർനാഥിൽ തപസ് ചെയ്തു. 32-ാം വയസ്സിൽ ഇവിടെ महासमाधियाई। तो ये 4 धाम, 4 क्षेत्र और 4 मठ और 4 वेद और चारों वेद का एक अर्थ कि हम सब में आत्मा एक तत्व है, वही ब्रह्म तत्व है। इस दृष्टि से हम यदि सबको देखते हैं तो हमारे सब द्वेष राग समाप्त हो जाते हैं। നവംബർ 5-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേദാർനാഥിലെ ശങ്കരാചാര്യരുടെ മഹാസമാധി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മഹത്തായ പ്രതിമ അനാച്ഛാദനം ചെയ്യുക എന്നത് സന്തോഷകരമായ ഒരവസരമാണ്. उस जगह पे जो उनका जो समाधि स्थल था वह किसी कारणवश जो विपदा आई थी उसमें समाप्त हो गया, तो उसको जिस प्रकार से आज स्थापित किया जा रहा है और हमारी सरकार, हमारे प्रधानमंत्री जी ने जिस प्रकार उसको एक विशेष रूप में अपने अंदर रखते हुए उसको आगे बढ़ाया है, यह बहुत प्रशंसा के योग्य है। आचार्य शंकर हमेशा कहा करते थे कि जो राजा सुधनवा जैसा चाहिए, जो नियम के आधार पर अच्छी तरह से प्रशासन चलाते हुए, धर्म को समाज से जोड़ते हुए, सांस्कृतिक और आध्यात्मिक दृष्टि से एकता स्थापित करते हुए आगे बढ़ते थे। यदि इस तरह का प्रशासक हो तो निश्चित रूप से भारत विश्व गुरु रहेगा, भारत धन धान्य से संपन्न रहेगा और भारत जिसके लिए परंपरा से जाना जाता है वही रूप हमारे समक्ष एक बार फिर से उपस्थित होगा। സമസ്ത പ്രപഞ്ചവും യഥാർത്ഥത്തിൽ പരമതത്വത്തിൻ്റെ വിപുലീകരണമാണ്. അതിനാൽ സർവവും അടിസ്ഥാനപരമായി ഒന്നു തന്നെയാണ്, ശിവസ്വരൂപമാണ്. ഭാരതവർഷത്തിന് മാത്രമല്ല, ലോകത്തെയാകെ ഒന്നിപ്പിക്കാനുള്ള ഈ ദിവ്യമന്ത്രം നമുക്ക് നൽകിയ ആ ദൈവിക മനുഷ്യനുള്ള ഭാരതത്തിൻ്റെ അഭിവാദനം ആണിത്. ഭാരതത്തെ വിശ്വഗുരുവാക്കുന്ന ശ്രീ ശങ്കരാചാര്യർ നൽകിയ മഹാശിവമെന്ന ശാശ്വത സത്യമാണിത്. प्रवाहपावितस्थले गलेवलम्ब्यलम्बिताम्बुजङ्गतुङ्गमालिकां डमड्डमड्डमड्डमन्निनादवड्डमर्मयं चकार चण्डताण्डवं तनोतु नः शिवः शिवम्। जटाकटाह सम्भ्रम भ्रमन्निलिम्प निर्झरी विलोलवीचि वल्लरी विराजमानमूर्धनि दगद्दगद्दगज्ज्वलल्ललाटपट्टपावके किशोर चन्द्रशेखरे रतिप्रतिक्षणं मम। धराधरेन्द्रनन्दिनी विलासबन्धु बन्धुरस्फुरद्दिगन्त सन्तति प्रमोदमान मानसे कृपाकटाक्षधोरणी निरुद्ध दुर्धरापदि क्वचिद्दिगम्बरे मनो विनोदमेतु वस्तुनि। पिङ्गलस्फुरत्फणामणिप्रभा कदम्ब कुङ्कुमद्रव प्रलिप्त दिग्वधूमुखे मदान्धसिन्धुरस्फुरत्वदुत्तरीयमेदुरे मनो विनोदमद्भुतं विभर्तु भूतभर्तरी।